അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇതാണ് വിഷയം. എന്നിട്ടോ ഒരു വഞ്ചനയിലൂടെ അവരെ പുറത്താക്കി. ആ മരത്തിൽ നിന്ന് അവർ കഴിച്ചപ്പോൾ അവരുടെ നാണം വെളിവായി. ഉടനെ അവർ സ്വർഗത്തിന്റെ ഇലകൾ എടുത്തിട്ട് ഇങ്ങനെ നാണം മറക്കാൻ തുടങ്ങി. وناداهما ربهما ألم أنهاكما عن تلكما الشجرة وأقل لكما إن الشيطان لكما عدو مبين. അത് കഴിക്കരുത്, അത് കഴിച്ചാൽ നിങ്ങൾക്ക് നാശം ഉണ്ടാവും, നിങ്ങളെ ഔറത്ത് വെളിവാകും, കഴിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഇനി നോക്കി നിൽക്കണ്ട, താഴത്തിറങ്ങിക്കോളൂ എന്ന് അല്ലാഹു പറഞ്ഞു. ഒരു പ്രാവശ്യം ഔറത്ത് വെളിവായതിന് ഉറങ്ങുന്നുണ്ടോ? ഒരു പ്രാവശ്യം ഇങ്ങോട്ട് പറഞ്ഞേക്ക്. ഒരു പ്രാവശ്യം ഔറത്ത് വെളിവായതിന് സ്വർഗം ആദം നബിക്ക് മുടങ്ങിയെങ്കിൽ സയ്യിദ്ന ആദം അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയല്ലേ സയ്യിദ്ന ആദം. മഗ്ഫൂറാക്കുകയാണെങ്കിൽ ഈ വിഷയം ഒഴിവാക്കി കൊടുക്കേണ്ടത് ആർക്കല്ലേ? സയ്യിദ്ന ആദം അല്ലേ? നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ അവിടെ നിന്ന് വെച്ച് ആലോചിക്കുക. ആയത്തോതിക്കാൻ പോടണ്ട. എന്താ അവിടെ പറഞ്ഞത്? ഒരു പ്രാവശ്യം ഒരൊറ്റ പ്രാവശ്യം അല്ലേ? അങ്ങനെയല്ലേ? അപ്പോഴത്തിന് വെളിവായപ്പോഴത്തിന് വേഗം അവരെന്ത് ചെയ്തു? സ്വർഗത്തിന്റെ ഇലെടുത്ത് വേഗം നാണം മറച്ചു, വേഗം അവർ ചെയ്തു. ഒറ്റ വട്ടേ ഉള്ളൂ. പക്ഷേ ഇനി ഇവിടെ നിൽക്കരുത്, ഉടനെ പുറത്തു പോകണമെന്ന് അല്ലാഹു അവരോട് പറയുകയും ചെയ്തു. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിച്ചോളൂ, ആണുങ്ങളെ പെണ്ണുങ്ങളെ നല്ലോണം ചിന്തിച്ചോളൂ. ഒരുപക്ഷെ നമ്മളെ ക്ലാസ്സിന് മറ്റന്നാൾ മുതൽ ആൾ കമ്മിയാകാം, എന്നാലും വേണ്ടില്ല. പെണ്ണുങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്, എന്നാലും വേണ്ടില്ല. അതൊന്നുമല്ല വിഷയം. ക്ലാസ്സിന് വരലും വരാതിരിക്കലും സംഭാവന കൊടുക്കലും ഒന്നല്ല വിഷയം. അതൊക്കെ ഇനിയും ആളുണ്ടാവും. ഇത് നിങ്ങൾ കേൾക്കണം. നാളെയും കൂടി വരണം. മറ്റന്നാൾ വന്നോളൊന്നുമില്ല, നാളെയും കൂടി വരണം, നിർബന്ധം. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നോക്കൂ നിങ്ങൾ, ഒരേ ഒരു തവണ സയ്യിദ്ന ആദം. ആരാണ് സയ്യിദ്ന ആദം? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. അല്ലാഹു എല്ലാ വിജ്ഞാനങ്ങളും പഠിപ്പിച്ച ആളാണ് സയ്യിദ്ന ആദം. പിന്നാരാ സയ്യിദ്ന ആദം? മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള കോടി മലക്കുകളോട് ഈ മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യൂ എന്ന് പറയപ്പെട്ട ആളാണ് സയ്യിദ്ന ആദം. കോടി മനുഷ്യരുടെ ബാപ്പയാണ് സയ്യിദ്ന ആദം. എല്ലാ മനുഷ്യരുടെയും നന്മയുടെ ഒരു അംശം എത്തിച്ചേരുന്ന ആളാണ് സയ്യിദ്ന ആദം. കുല്ലുക്കും മിൻ ആദമ വ ആദമു മിൻ തുറാബ് എന്ന് ഹബീബായ നബി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഒരൊറ്റ തവണ ഔറത്ത് വെളിവാക്കി എന്നതിൻ്റെ പേരിൽ സയ്യിദ്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു തവണ ഔറത്ത് വെളിവാക്കി എന്നതിൻ്റെ പേരിൽ സ്വർഗം പെട്ടെങ്കിൽ ഇന്നത്തെ സ്ത്രീ പുരുഷന്മാർക്ക് അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കുമോ എന്ന് ഗൗരവപൂർവേണ നാം ഒന്ന് ചിന്തിക്കണം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് അല്ലാഹുമ്മ സ്തുർ റൗആതി, അല്ലാഹുമ്മ സ്തുർ ഔറാതി വഅമിൻ റൗആതി. ഒന്ന് പറയ്, അല്ലാഹുമ്മ സ്തുർ ഔറാതി വഅമിൻ റൗആതി. اللهم استر عوراتي وآمن روعاتي. ഹബീബായ റസൂലുള്ളാഹിന്റെ നിത്യമായ ദുആ, اللهم استر عوراتي وآمن روعاتي. اللهم استر عوراتي. അല്ലാഹുവേ എൻ്റെ ഔറത്തുകളെ എപ്പോഴും നീ മറപ്പിക്കണമേ. വആമിൻ റൗആതി. അതിനാലോ മറ്റോ ഉള്ള എൻ്റെ ഭയങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. സദാ നേരത്തെ മുസ്തഫ നബി ഇവിടെ പ്രാർത്ഥന സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞു നോക്ക്. അല്ലാഹുമ്മ സ്തുർ ഔറാതി വആമിൻ റൗആതി. അല്ലാഹുമ്മ സ്തുർ ഔറാതി വആമിൻ റൗആതി. അല്ലാഹുമ്മ സ്തുർ ഔറാതി. അല്ലാഹുമ്മ സ്തുർ ഔറാതി വആമിൻ റൗആതി. ഹബീബായ റസൂലുള്ളാഹി സ്ഥിരമായ അല്ലാഹു എപ്പോഴും എൻ്റെ ഔറത്ത് മറവ, എന്ത് നിലക്കുള്ള
അല്ലാഹുമ്മ സ്തുർ ഔറാതി വആമിൻ റൗആതി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഖാല റബ്ബന ളലംനാ അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകുനന്ന മിനൽ ഖാസിരീൻ. ഇതിൻ്റെ പേരിലാണ് സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ഇങ്ങനെ പറഞ്ഞത്. ഈ പ്രാർത്ഥന ലോകത്താദ്യമായി പ്രാർത്ഥിച്ചത് സയ്യിദുനാ ആദം. ഖാല അവർ രണ്ടാളും പറഞ്ഞു, ഔറത്ത് വെളിവായി അവർ സ്വർഗത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്യേണ്ടി വന്നു. ഉടനെ ഖാല അവർ രണ്ടാളും പറഞ്ഞു, റബ്ബന ളലംനാ അൻഫുസന വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകുനന്ന മിനൽ ഖാസിരീൻ. ഇനി അറാഫിൽ ഞാൻ കുറച്ച് ആയത്തുകൾ ഓടി തരാം, ശ്രദ്ധിക്കുക. അറാഫ് 1:26-27. ശ്രദ്ധിക്കണേ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുഭവം മുന്നിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലാഹു തആല. എന്നിട്ട് നമ്മളോട് പറയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്വാനു കമാ ഖറജ അബവൈകും മിനൽ ജന്ന യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈഥു ലാ തറൗനഹും ഇന്നാ ജഅൽനാ അശ്ശയാതീന ഔലിയാഅ ലില്ലദീന ലാ യുഅ്മിനൂൻ. സൂറത്തുൽ അറാഫിലെ 26-27 വചനങ്ങൾ. അല്ലാഹു പറയാണ്, യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്വാനു, പിശാച് ഒരിക്കലും ഈ രൂപത്തിൽ നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ മാതാപിതാക്കളെ പുറത്താക്കാൻ അവൻ എടുത്ത കുതന്ത്രം നിങ്ങളുടെ കാര്യത്തിൽ അവൻ പ്രയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്താ ഈ പറഞ്ഞ വിഷയം? കമാ കമാ യാ ബനി, മൈക്കൊക്കെ എന്തോ കുഴപ്പമുണ്ടേ, ശ്രദ്ധിക്കേ. യാ ബനി ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്വാനു കമാ ഖറജ അബവൈകും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ പുറത്താക്കാൻ വേണ്ടി അവൻ എടുത്ത വേല നിങ്ങളെ കാര്യത്തിൽ അവൻ പ്രയോഗിക്കുന്നത് നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. നല്ല നിങ്ങൾ ആലോചിക്കണം. എങ്ങനെയാണ് ഇബ്ലീസ് സയ്യിദുനാ ആദം, ശ്രദ്ധിക്കുക, മഹാനായ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ബഹുമാനപ്പെട്ട ഹവ്വാ റളിയല്ലാഹു അൻഹയെയും ഇബ്ലീസ് പുറത്താക്കിയത് എങ്ങനെ? അവരുടെ നാണം, അവരുടെ ഔറത്ത് പ്രത്യക്ഷമാക്കുകയാണ് ചെയ്തത്. അപ്പൊ ഈ വിഷയം വളരെ ചിന്തിക്കണം. ഇബ്ലീസ് നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കട്ടെ എന്ന് മാത്രമല്ല പറഞ്ഞത്, കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ പുറത്താക്കാൻ ഏതു വേലത്തരമാണോ അവൻ ചെയ്തത്, ആ വേലത്തരം നിങ്ങളെ കാര്യത്തിൽ ചെയ്യുന്നത് നിങ്ങൾ നല്ല പോലെ ശ്രദ്ധിക്കണം. അഥവാ നിങ്ങൾ എപ്പോഴും അവൻ നിങ്ങളെ നരകത്തിലെത്തിക്കാൻ ശ്രദ്ധിക്കുക, നിങ്ങളെ ഔറത്തിന്മേൽ കളിക്കലായിരിക്കും എന്നാണ് ഈ ആയത്തിന്റെ താല്പര്യം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, ശ്രദ്ധിക്കണം. കമാ ഖറജ അബവൈകും മിനൽ ജന്ന യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ. എങ്ങനെങ്കിലും നിങ്ങളെ ഔറത്ത് വെളിവാക്കാൻ വേണ്ടിയാണ് അവൻ ശ്രദ്ധിക്കുക. അതായിരുന്നുവല്ലോ ബഹുമാനപ്പെട്ട സയ്യിദുനാ ആദമിന്റെയും മഹദിയായ ഹവ്വാ റളിയല്ലാഹു അൻഹയുടെയും കാര്യത്തിൽ അവൻ ചെയ്തത്. ആ പണി നിങ്ങളെ കാര്യത്തിലും അവൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. ഇന്നഹു യറാകും ഹുവ വഖബീലുഹു മിൻ ഹൈഥു ലാ തറൗനഹു, അവൻ നിങ്ങളെ കാണുന്നുണ്ട്, നിങ്ങളെ കാര്യത്തിൽ അവൻ പണിയെടുക്കുന്നുണ്ട്. നിങ്ങൾ അവനെ കാണുന്നുമില്ല. ഇന്നാ ജഅൽനാ അശ്ശയാതീന ഔലിയാ